നമസ്കാരം. BMTV ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 1, 2024. പല പുതിയ തുടക്കങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം വനിതാ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായി. ഇനി മുതൽ ഒന്നുകിൽ സാധാരണ പോലെ 3-ാം വർഷം കോഴ്സ് അവസാനിപ്പിച്ച് ബിരുദം നേടാം, അല്ലെങ്കിൽ 4-ാം വർഷവും കോഴ്സ് തുടർന്ന് ഓണേഴ്സ് ബിരുദം നേടാം. ഗവേഷണത്തിന് താൽപ്പര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദധാരികളാകാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായാണ് മാറ്റം. ഇഷ്ടമുള്ള വിഷയങ്ങളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് സ്വയം കോഴ്സ് രൂപകൽപ്പന ചെയ്യാനാകുന്ന തരത്തിലാണ് കരിക്കുലം. ഒരു വിഷയത്തിലും ആഴത്തിലുള്ള അക്കാദമിക പഠനം സാധ്യമാവില്ലെന്ന കടുത്ത ആശങ്ക വിദ്യാഭ്യാസ വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലെന്നും വിമർശനം ഉണ്ട്. ലഹരിക്കെതിരെ ശക്തമായ പ്രതികരണവുമായി എക്സൈസ് മന്ത്രി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ നിരീക്ഷണം ഉറപ്പാക്കണമെന്ന് എക്സൈസിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നിർദ്ദേശം. ജില്ലാതല ഓഫീസർമാർ മുതൽ മുകളിലേക്കുള്ളവരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്താണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ നല്ല ജാഗ്രതയും പ്രത്യേകമായ നിരീക്ഷണവും ഉറപ്പാക്കണം. മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് പ്രത്യേക ശ്രദ്ധ വേണം. സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണം ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിരീക്ഷിക്കാൻ വനിതാ ഓഫീസർമാരെയും നിയോഗിക്കണം. ആവശ്യമെങ്കിൽ പ്രത്യേക സ്ക്വാഡും രൂപീകരിക്കാം. ഇതിന് വേണ്ടി വനിതാ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാലയ പരിസരത്തെ കടകളിലെ നിരീക്ഷണവും ശക്തിപ്പെടുത്തണം. സ്കൂളുകളിൽ ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം സജീവമാണെന്ന് ഉറപ്പാക്കണം. രക്ഷിതാക്കൾക്കുള്ള പരിശീലനം, ബോധവൽക്കരണം എന്നിവ ശക്തമായി നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കള്ളക്കുറിച്ചി വ്യാജ മദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ജാഗ്രതയോടെയുള്ള നടപടികൾ സ്വീകരിക്കണം. അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ജില്ലാതലത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന കർശനമാക്കണം. മയക്കുമരുന്ന്, വ്യാജമദ്യം ഇവയുടെ വ്യാപനം കുറയ്ക്കണം. കള്ളുഷാപ്പ് കേന്ദ്രീകരിച്ച് മായം ചേർക്കൽ പോലെയുള്ള നിയമവിരുദ്ധ നടപടികൾ നടക്കാതിരിക്കുവാനുള്ള ജാഗ്രത പുലർത്തണം. അനധികൃത മദ്യ വിൽപ്പനയ്ക്ക് എതിരെയുള്ള പരിശോധനയും ശക്തമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. യോഗത്തിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, അഡീഷണൽ കമ്മീഷണർ PM പ്രദീപ്, ജോയിന്റ് കമ്മീഷണർ R ഗോപകുമാർ, നികുതി വകുപ്പ് ജോയിന്റ് സെക്രട്ടറി പ്രമോദ്, ജില്ലാതലം മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തോട് CPM വിശദീകരണം തേടി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനം എന്നായിരുന്നു പരാമർശം. മുതലാളി ആരെന്ന് പറയണമെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ M സ്വരാജ് ആവശ്യപ്പെട്ടു. പേര് പറയാൻ കരമന ഹരി തയ്യാറായില്ല. തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത്. കരമന ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും M സ്വരാജ് വ്യക്തമാക്കി. കരമന ഹരി ഇന്നലത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്ന് മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിന് ഇടയാക്കി. മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത്. അങ്ങനെ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യം ഉയർന്നു. സ്പീക്കർ AN ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ടെന്നും വിമർശനം ഉയർന്നു. നഗരസഭയുടെ പ്രവർത്തനവും മേയറുടെ ശൈലിയും പൊതുസമൂഹത്തിൽ ഇടയാക്കിയെന്ന അതിരൂക്ഷ വിമർശനവും യോഗത്തിൽ ഉയർന്നിരുന്നു. രാജ്യത്ത് ഇന്നു മുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള IPC 3 നിയമങ്ങൾ ഇതോടെ ചരിത്രമാകും. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും BNS, CRPക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും BNSS, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവും BSA നിലവിൽ വരും. അതേസമയം പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി ബാർ കൗൺസിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കത്ത് നൽകി. നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്നും സുപ്രീം കോടതി വിധിക്കെതിരായ നിയമങ്ങൾ വരെ നടപ്പാക്കാൻ ഒരുങ്ങുന്നുവെന്നും ബാർ കൗൺസിൽ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.